സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 പ്രിയപ്പെട്ടവരെ, സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔപചാരികമായ ചടങ്ങിലെ നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഔപചാരികമായ ചടങ്ങ് 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയുടെ നമ്മുടെ നഗരസഭാധ്യക്ഷ തിരിതെളിയിക്കുന്നതോടുകൂടി വലിയൊരു യജ്ഞത്തിലേക്കുള്ള നമ്മുടെ ഒരു പ്രവേശമാണ്. ഭംഗിയായി തീരട്ടെ, ഭംഗിയായി നടത്താനുള്ള എല്ലാ ആവേശവും ഉണ്ടാവട്ടെ, അതിനുള്ള ശക്തി നമുക്കെല്ലാം ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടീച്ചറെ സാദരം വിളക്കൊളുത്തുന്നതിലേക്കായിട്ട് ക്ഷണിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ സുവർണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ന് നമ്മൾ സമാരംഭം കുറിക്കപ്പെടുകയാണ്. കഥകളി ആസ്വാദകരുടെ ഒരു ജീവിച്ചിരിക്കുന്നവരുടെയും പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും കൂട്ടായ്മയുടെ ആഘോഷമാണ് ഇന്ന് ആരംഭിക്കുന്നത്. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ഗുരുക്കന്മാരെ, നമ്മുടെ ലക്ഷ്മണൻ സാവിത്രി ടീച്ചർ, സ്നേഹം നിറഞ്ഞ കലാസ്നേഹികളെ, പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, ഇതുപോലുള്ളൊരു മഹനീയ കൂട്ടായ്മയിൽ പങ്കുചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് 50 വർഷമായി. ഇപ്പം ഞാനിവിടെ വരുമ്പോൾ നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ കേട്ടു, ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് ശ്രമിക്കാൻ സാധിച്ചു. 50 വർഷമായിട്ട് എല്ലാ മാസവും തുടർച്ച ഒരു മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടു പോകുന്നു. അത് വളരെ നിങ്ങളുടെ ആ കഥകളിയോടും കൂടിയാട്ടത്തോടൊപ്പം ഉള്ള ആ സ്നേഹം നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെ സാംസ്കാരിക കേന്ദ്രമായ നമ്മുടെ ഇരിങ്ങാലക്കുടയിലും ഒത്തിരിയേറെ കലാകാരന്മാർ നമ്മുടെ ഇരിങ്ങാലക്കുടയിലുണ്ട്. ഈ കലാകാരന്മാർ എല്ലാവരും കൂടിയാണ് നമ്മുടെ ഇന്ന് ഇരിങ്ങാലക്കുട ഇത്തരത്തിലുള്ള കലകളുടെ ഒരു കേളി കേന്ദ്രമായി മാറ്റിയിരിക്കുന്നത്. വളരെയധികം സന്തോഷം. കാരണം ഇതിനെ, ഈ കഥകളിയെ സ്നേഹിക്കുന്ന 50 വർഷമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞു എന്നുണ്ടെങ്കിലും ആ ഒരു മനസ്സിൻ്റെ ആർജവം അത് നമുക്ക് എടുത്തു പറയും. ഞാൻ ഇതിൻ്റെ മുൻ ഭാരവാഹികളെയും അതുപോലെ ഇപ്പോഴുള്ള ഭാരവാഹികളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഇവർക്കെല്ലാവർക്കും നമുക്കൊരു നല്ല കൈയ്യടി കൊടുക്കാം. ഇനിയാണെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് നല്ലൊരു മാതൃകയാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ഒരു കലാസ്നേഹത്തോടുള്ള ആ ഒരു
കാര്യം. എത്ര നമുക്ക് അനുസ്മരിച്ചാലും മതി വരില്ല. അതോടൊപ്പം നമ്മൾ പ്രൊഫസർ CP ഇളയത് അനുസ്മരണം ഇവിടെ നടത്തുന്നുണ്ട്. അതോടൊപ്പം അതിന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ജോർജ് പോൾ ഒക്കെ ഇംഗ്ലീഷ് മലയാളം മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി എഴുതി. എൻ്റെ ഹസ്ബൻഡ് ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. പ്രൊഫസറെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പ്രൊഫസറാണ്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്നിവിടെ പ്രൊഫസർ ജോർജ് എസ് പോൾ ഈ ക്ലബിൻ്റെ അനുസ്മരണം നടത്തുന്നതും. അതുപോലെ ഗുരുകുലത്തിലും ഒത്തിരിയേറെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അതുപോലെ സംഗമ ഗ്രാമ നാട്യവേദിയുടെ 50ാം വാർഷികം സുവർണം ആഘോഷിക്കുന്ന വേളയിൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഒത്തിരിയേറെ ഇപ്പൊ പറഞ്ഞു 84ഓളം പ്രോഗ്രാമുകൾ ഇവിടെ കഴിഞ്ഞു. ആ പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ ഈ തലമുറയ്ക്കും നമ്മൾക്കാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഇവിടെ വരുന്ന ഏത് പ്രായത്തിലുള്ളവർക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇന്ന് ഇങ്ങനെയുള്ള ആസ്വാദനങ്ങളൊക്കെയാണ് നമ്മളെയൊക്കെ ഇന്ന് നല്ല രീതിയിൽ ആയുസ് നൽകി ജീവിക്കാൻ നമുക്ക് ഈശ്വരൻ അനുഗ്രഹം നൽകുന്നത്. അപ്പം ഈ കലകളൊക്കെ നമ്മൾ സ്നേഹിക്കുന്നതോടും അതുപോലെ ഇതിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ മാനസിക കുറേയൊക്കെ സംഘർഷങ്ങളും വിഷമതകളും ഒക്കെ നമുക്കുണ്ടെങ്കിലും ഇതിനെയൊക്കെ മറക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വഴി നമുക്ക് ലഭിക്കുന്നു. ഈ കൂട്ടായ്മ ഈ 16 ദിവസം നീണ്ടു നിൽക്കുമ്പോൾ അതിൻ്റെ വളരെ ഒത്തിരിയേറെ ഞാൻ വായിച്ചു, നോട്ടീസിൽ വായിച്ചു, ഒത്തിരിയേറെ പ്രോഗ്രാമുകൾ. ഇതൊക്കെ നമ്മുടെ ഇപ്പോഴുള്ള കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിൽ അത് കൊണ്ടുപോകാനുള്ള അവർക്കും ഇതോട് ചേർന്ന് പോകാൻ ഇനിയാണെങ്കിലും ഇത് നടന്നു പോകണം അല്ലേ. ഇത് തനതായ കലകൾ നമ്മൾ ഒരിക്കലും അന്യം നിന്ന് പോകാൻ പാടില്ല. അത് തീർച്ചയായിട്ടും അത് മുൻപോട്ട് കൊണ്ടുപോകണം. കേരളത്തിൻ്റെ കലാരൂപങ്ങളായ കൂത്ത്, കൂടിയാട്ടം, കഥകളി എന്നിവയെക്കുറിച്ചുള്ള വളരെ ഗഹനമായ സെക്ഷനുകളൊക്കെ നടന്നു. അതൊക്കെ നമ്മുടെ മറ്റുള്ളവരുടെ അറിവിലേക്കും നമുക്കൊക്കെ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഈ 16 ദിവസം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം അങ്ങനെ പറയാണ്, ഇപ്പൊ സാമ്പത്തികമായ കാര്യങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ ഇരിങ്ങാലക്കുടക്കാർ വിചാരിച്ചായിരുന്നു നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും അതിനുള്ള വഴിയൊക്കെ സംഗമേശ്വരം നടത്തി തരും എന്ന് തന്നെയാണ് ഉറപ്പ്. ഇത് എല്ലാത്തിനും സാധിക്കട്ടെ എന്ന്. അതുപോലെ നമ്മളെല്ലാവരും കൂടി ഈ സമാരംഭം, അതായത് ഈ കഥകളിയുടെ ഈ 50 വർഷത്തെ സുവർണം എന്ന ആ ഒരു കഥകളിയുടെ സമാരംഭം കുറിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. അതുപോലെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ സമാരംഭം കുറിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി, ഞാൻ ഒറ്റയ്ക്കല്ല എല്ലാവരോടും കൂടി സമാരംഭം കുറിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അങ്ങനെ നമ്മുടെ ഈ 16 ദിവസത്തെ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിന് വന്ന് ഈ തിരക്കിട്ട സമയത്തും ഇവിടെ വന്നിരിക്കാനും ഈ കുറച്ച് സംസാരിക്കാനും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും നല്ല പ്രവൃത്തികളും കണ്ട് മനസ്സിലാക്കാനും കേട്ട് മനസ്സിലാക്കാനും അവസരം ഉപയോഗിച്ച പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ജോയിവർക്ക് നന്ദി പറയുന്നു. ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയാം. ഭരണ ഇതിൽപ്പെട്ട ആളായതുകൊണ്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന നഗരസഭാ അധ്യക്ഷ നമുക്കൊരു ഓഫർ തന്നിരുന്നു. കഥകളി ക്ലബിന്റെ സഹകരണത്തോടു കൂടി ഇവിടെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പാഠ്യപദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് കഥകളി ക്ലബിന് അതിന്റെ ചുമതല തരുന്ന വിധത്തിൽ അതിന്റെ കടലാസുകൾ ഇനി ഉണ്ടോ എന്നൊന്ന് നോക്കി ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം തരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് ഇനി വളരെ സത്യം പറഞ്ഞാൽ വളരെ വികാരഭരിതമായിട്ട് നമ്മൾ കാണേണ്ട ഒരു ചടങ്ങാണ് കഥകളി ക്ലബ് എന്ന് പറഞ്ഞാല് എളയത് മാഷാണ്. സംശയമൊന്നുമില്ല. എളയത് മാഷെ പോലെ തന്നെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു ടീമുണ്ട്. പക്ഷെ അതിന്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ എല്ലാത്തിനും. അത് നേതൃത്വം വഹിച്ചത് കൊണ്ട് എളയത് മാഷ് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും കാലം മാഷെ
അധ്യക്ഷ പദവി കഴിഞ്ഞ് രക്ഷാധികാരിയായിട്ട് തീരെ വയ്യാതിരുന്ന കാലത്ത് പോലും മാഷ് രക്ഷാധികാരിയായിട്ട് ഇതിന്റെ കൂടെ നിന്നു. ആ ഒരു ശക്തി എല്ലാവർക്കും മാസ്റ്റർ പ്രസൻസ് മാത്രം മതിയായിരുന്നു നമുക്കൊക്കെ പ്രവർത്തിക്കാനായിട്ട്. ഞാൻ ഈ 75-ൽ തുടങ്ങിയ കഥകളി ക്ലബിന്റെ അന്ന് മുതൽ ഇതിന്റെ കൂടെ ഉണ്ട്. ഞാൻ പഠിപ്പ് കഴിഞ്ഞ് ഒന്നുമല്ലാതെ നടന്നിരുന്ന കാലത്താണ് ഈ കഥകളി ക്ലബ്ബ് തുടങ്ങുന്നത്. അപ്പൊ മാസ്റ്റർ ഒരു പ്രിയപ്പെട്ട ശിഷ്യനായതുകൊണ്ട് മാസ്റ്റർ വീട്ടിൽ വെച്ചാണ് പല മീറ്റിങ്ങുകളും കൂടാറുള്ളതുകൊണ്ടും ഞാൻ ഏട്ടന്മാരുടെ കൂടെ പതുക്കെ കയറി ചെല്ലും. കഥകളിയോടുള്ള കമ്പം തന്നെയാണ് കാരണം. അപ്പോ മാസ്റ്റർ തന്നോട് ഇരുന്നോളാം എന്ന് പറയാറുണ്ട്. എന്നെ ഇതിലേക്ക് അടുപ്പിച്ച കഥകളിയോട് ഞാൻ അല്ലാത്ത വീട്ടിലാണ് ഞാൻ കോളേജിലൊക്കെ പറഞ്ഞത് മാസ്റ്ററിയെ കൃത്യമായിട്ട്. ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ക്ലാസിക്കൽ കലാരൂപത്തിന്റെ പിന്നാലെ നടക്കാനും അതിൽ പ്രവർത്തിക്കാനും എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നതിൽ 2 പേര്, ഒന്ന് ഇളയത് മാഷും ഒന്ന് ജോർജ് മാഷും. ഇവരുടെ 2 പേരുടെയും വളരെ ശക്തമായിട്ടുള്ള പിന്തുണ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഈ കഥകളി 50 കൊല്ലം കൂടെ നടക്കാൻ. ഞാൻ വേറെ ഔദ്യോഗികമൊന്നും പറയുന്നില്ല. എപ്പോഴും പ്രസിഡന്റ് എന്ന സ്ഥാനം ഇടയത് മാഷിരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ കസേരയുടെ ഒരു അറ്റത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ളതായിരുന്നു. പക്ഷെ ഈ സംഘടന നടന്നു പോകുമ്പോൾ അതിന് ചുമതലക്കാർ വേണം എന്നുള്ളത് കൊണ്ട്, ഒരു നല്ല ടീം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുന്നു. ഇനി അടുത്ത ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം ജോർജ് മാഷ് ഞങ്ങളുടെ കുടുംബത്തെ ഒരാൾ തന്നെയാണ്. മംഗലശ്ശേരിയിലെ ഒരു അച്ഛനൊക്കെ ഞാൻ പറയാറ് എൻ്റെ മകനാണ് എന്ന് ഞാൻ പറയാറ്. അപ്പോൾ മാഷെ വിളിക്കുന്നു. മാഷെ വളരെ സ്നേഹപൂർവ്വം 2 വാക്കല്ല, ഒരു നല്ല അനുസ്മരണം നടത്താനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് വോയിസ് റെസ്റ്റിലായിരുന്നു. സംസാരിച്ചിട്ട് തന്നെ അങ്ങനെ ആയതും. അതിവിടെ തൃശ്ശൂരും ഇവിടെയൊന്നും അല്ലാതെ മാത്രം അല്ല, ജില്ലയ്ക്ക് പുറത്ത് പല സ്ഥലത്തും പോകേണ്ടി വന്നു. ഒരു സ്ഥലത്തെ പ്രസംഗം ഇത്തിരി കട്ടിയായി, അധിക പ്രസംഗമായി. പ്രസംഗമല്ല, ക്ലാസ്സാണ്. അത് പ്രസംഗത്തിന് എനിക്ക് താല്പര്യമില്ല. അതായത് നമ്മുടെ KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, തെക്കുംതല. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയാൻ വയ്യ. അങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ താല്പര്യം കൊണ്ട് കോട്ടയത്തിൻ്റെ പാലക്കാട് ജില്ലകളുടെ ഇടയ്ക്ക് ഒരു മനുഷ്യൻ അവിടെ എത്തില്ല. ഞാൻ പണ്ടവർ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതൊരു സെഷൻ 2 മണിക്കൂർ കഴിച്ചു പോകുന്നു. ഇത് അവർ പറഞ്ഞു, സാറ് 2 സെഷൻ വേണം. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രായം നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണോ? അല്ല, അത് എങ്ങനെയെങ്കിലും. അപ്പോൾ ഞാൻ പിന്നെ കാക്കനാട് മോളുടെ വീട്ടിൽ നിന്ന് അവർ വണ്ടിയൊക്കെ കൊടുത്തയച്ചു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവും, അവിടെ നമ്മളെ ജിജോയുടെ ഡയറക്ടർ. അപ്പോൾ അവിടെ ഒരു കാലത്തൊരു 2 മണിക്കൂറും ചീത്ത പറയരുത്, ഉച്ച കഴിഞ്ഞൊരു 3 മണിക്കൂറും സംസാരിക്കും. വിഷയം ഓറിയൻറ്റേഷൻ ആണ് സംഗീതത്തിന്. അപ്പം അതിലിരിക്കുന്ന ഒരു 56 കുട്ടികൾ ഇതുപോലെ ഈ സിനിമ പഠിക്കാൻ വന്ന ആൾക്കാർ, നാടകം പഠിക്കാൻ വന്നവരിക്കില്ല, അതെനിക്കറിയാം. അവിടെ പോയാൽ പിന്നെ അങ്ങോട്ട് പോവില്ല. ഉഴപ്പന്മാരാണ്, യാതൊരു സംശയമില്ല. അതേപോലെയല്ല അവിടെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. ആ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയപ്പോൾ 2 ബംഗാളി പിള്ളേർ വന്നു, സാർ we have attended a number of lectures on music at JNU. It is now that we understand what is Shruti. Thank you. അപ്പോൾ അത്രയ്ക്ക് താല്പര്യമുള്ള കുട്ടിയാണ്. അത് ഇത്തിരി കട്ടിയായിപ്പോയി. അത്ര വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. പക്ഷേ അവർക്കൊക്കെ വലിയ താല്പര്യമായി. അത് കഴിഞ്ഞാണ് ഒരു ഡൗൺവേർഡ് ട്രെൻഡായത്. അപ്പം ഞാനങ്ങനെ അനിയൻ്റെ മെസ്സേജ് വന്നപ്പോൾ സന്തോഷം അല്ലേ, അത് എഴുതുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തികളിൽ വളരെ കുറേ ഉള്ളൂ ബഹുമാനിക്കുന്നവരെ. അവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് ഇളയത് മാഷ്.
ഇളയത് മാഷ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വന്നതെന്ന് ഞാൻ അടിവരയിട്ട് ഉറപ്പിച്ച് പറയാം. അല്ലെങ്കിൽ ഞാൻ വരില്ല, തീർച്ചയായിട്ടും വരില്ല. ആദ്യത്തെ അനുസ്മരണ പ്രഭാഷണം നടത്തിയത് ഞാനാ മരിച്ചിട്ട്. കാരണം ഞങ്ങൾ തമ്മിൽ അത്ര ഒരു അടുപ്പമായിരുന്നു, ആത്മീയമായ ഐക്യം എന്നൊക്കെ പറയും. ഞാൻ ഈ കോളേജിൽ വരാൻ ആഗ്രഹിച്ചവനല്ല. ഇവിടെ വേക്കൻസി ഉണ്ട്. ഗബ്രിയേൽസിനെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ അപ്പം അന്ന് റിസൾട്ടായിട്ടില്ല, ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ? ഞാൻ പറഞ്ഞു ഇതുവരെയൊക്കെ ഫസ്റ്റ് ക്ലാസ്സേ കിട്ടിയിട്ടുള്ളൂ, വന്നാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഇത് പോരെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. പക്ഷെ എനിക്ക് കോളേജും ഇതൊന്നും അതിൻ്റെ അന്തരീക്ഷവും കെട്ടിടം കോമ്പൗണ്ട് ഇതൊക്കെ നമുക്ക് എന്താ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. കാരണം ഞാൻ വരുന്നത് സെൻറ്റ് തോമസ് കോളേജിൽ നിന്നല്ലേ. പക്ഷെ അവിടെ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിശാലം സ്പേസല്ല ഞാൻ പറയുന്നത്. വിശാലമായിട്ട് ചിന്തിക്കുന്നവരും അതേപോലെ തന്നെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ പെരുമാറുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു അധ്യാപകരുടെ നിരയാണ്. അനിയൻ അവിടെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴേക്കൊക്കെ ഏകദേശം പോയി കഴിഞ്ഞിട്ടുണ്ടോ ഓരോ തലമുറ. പിന്നെ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, ഞങ്ങൾ പഴയ ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട്, ഒരിക്കൽ കൂടെ സെൻറ്റ് തോമസിൽ പോയിട്ടൊന്ന് ഫിസിക്സിനോ പിന്നെ അങ്ങനെ ചേർന്നാലോ. ഈ ലാബിലൊക്കെ BSc അല്ല ഞാൻ പറയണേ, ലാബിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാബ് MScയുടെ ചാർജ് പ്രൊഫസർ VS രാമാനുജം, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, അയ്യങ്കാരാണ്. നല്ല ഞാൻ എത്രയോ പ്രസിഡൻസി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ്. അദ്ദേഹം ഒരു 11 മണിക്ക് വന്നാൽ മതി, അങ്ങനെയാണല്ലോ അവർക്കൊക്കെ. അപ്പോൾ 11 മണിക്കുമ്പോൾ ഞങ്ങൾ ലാബിൻ്റെ അവിടെ ചിലപ്പോൾ ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞൊക്കെ എന്നാ നോ ക്ലാസ്സാ, ഇല്ല മറ്റേ മാഷ് വരാൻ പോണേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആശാൻ സംഗീതത്തിന് ഭയങ്കര താല്പര്യം, അയ്യങ്കാരല്ലേ. ഞങ്ങളുടെ കൂടെ 2-3 പേര് നിങ്ങൾക്കറിയാം, ഡോക്ടർ TN വാസുദേവൻ, മേളത്തിൻ്റെ അതോറിറ്റി TN വാസുദേവൻ, പിന്നെ ഒരു ശങ്കരനാരായണൻ ഉണ്ടായിരുന്നു, IAS ആണ്, മരിച്ചുപോയി. പിന്നെ ഒരു മഹാദേവൻ്റെ, ഞങ്ങളൊക്കെ സംഗീതത്തിൻ്റെ പ്രാന്തന്മാരായിരുന്നു. ഇവരൊക്കെയാണ് വൈകിട്ട് അവിടെ പിന്നെ കച്ചേരി കേൾക്കാൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പാൾ, ഡിഡ് യു ലിസൺ ടു ദാറ്റ് നാഷണൽ കൺസേർട്ട് യെസ്റ്റർഡേ ഇൻ ഓൾ ഇന്ത്യ റേഡിയോ? കേൾവിതാണ് എന്നെ കാമ്പോജിയൊക്കെ അങ്ങനെ ആശാൻ അതിനെക്കുറിച്ച് വർണ്ണിച്ച്. അപ്പോൾ ഈ ക്ലാസ് ഈ അവിടെ പിന്നെ ആ ലാബിൽ നമുക്ക് ഏത് ഉപകരണം എപ്പോൾ വേണമെങ്കിലും എടുക്കുകയോ ചീത്തയാക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഒരു വിശാല ലോകത്തുനിന്ന് ഞാനിവിടെ വന്നു. ഞാൻ എൻ്റെ കാരണവരോട് പറഞ്ഞ് ഒന്നിൽ UC കോളേജ്, അത് ഞങ്ങളുടെ കോളേജാണ്, അല്ലെങ്കിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ്, അവിടെ പോയാൽ പോലെ MSc ഉണ്ട് അവിടെ. അപ്പോൾ പറഞ്ഞാട്ടെ, നീ ഗബ്രിയേലിൻ്റെ അവിടെ തന്നെ നിൽക്ക്, എന്നാലേ നീ നേരെയാവുള്ളൂ, അത് മാത്രമല്ല ഇവിടുന്ന് പോയി വരാമല്ലോ എന്ന് പറഞ്ഞു. ഓ ശരി. അങ്ങനെ ഞാൻ ഇവിടെ നിന്നത് കൊണ്ടാണ് ഈ രംഗത്ത് പെട്ടത്. ടീച്ചർ പറഞ്ഞു എഴുതിയെന്ന് പറഞ്ഞു. ഞാൻ എഴുതിയത് മലയാളത്തിലല്ല, അധികം ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ വളരെ കുറച്ച് എഴുതിയുള്ളൂ. എഴുതിയത് എത്രയാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഒരു വെബ്സൈറ്റ് ഉണ്ടായിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഒരു 300 കയറിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും കാണും അവിടെ ഇരിപ്പുണ്ട്. എല്ലാം ആദ്യകാലത്ത് 86-89 ഇന്ത്യൻ എക്സ്പ്രസ്. അങ്ങനെ ഒരു രംഗത്തേക്ക് വരാൻ
സഹായിച്ച പ്രധാന ഒരു വ്യക്തിയാണ് ഞാനിന്ന് അനുസ്മരിക്കുന്നത്. കോളേജിൽ ഈ സീനിയർ അധ്യാപകർ ഇന്നൊന്നും അങ്ങനെയല്ല. ഞാൻ 68 ജോയിൻ ചെയ്തു. അന്നൊക്കെ ഹയർ ആൻഡ് ഫയർ എന്ന് പറയുന്ന സംഗതിയാണല്ലോ. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ കുറേ പേര് വരും, അപ്പോയിൻമെൻറ്റ് കൊടുക്കും. അടുത്ത മാർച്ച് 15 ഒരു ലെറ്റർ കൊടുക്കും. മഞ്ഞക്കടലാസ് എന്നാണ് പറയുക, പൊക്കോ എന്നതാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും കാരണവർ പറഞ്ഞു ഇവിടെ നിൽക്കുക. ഇനി അങ്ങനെ മഞ്ഞക്കടലാസ് കിട്ടുകയാണെങ്കിൽ തന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജോ UC കോളേജിലോ വേണം ചേരാം. അല്ലെങ്കിൽ തിരുവല്ല, ഞാൻ കോട്ടയം CMS കോളേജ്. ആ പ്രിൻസിപ്പൾ എൻ്റെ ഫാദറിൻ്റെ ക്ലാസ്മേറ്റുമാണ്. അങ്ങേര് ഫിസിക്സാണ്. നീ ഇവിടെ മാത്രം ജോയിൻ ചെയ്യാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് രാവണൻ അയാളെ വിളിക്കുക. അത്രയ്ക്കുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു പ്രതിഭാസം, ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് കുഴപ്പമൊന്നുമില്ല, ഈ അധ്യാപകരൊന്നും അധികം സംസാരിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കുറവ്, ആകെ കൂടെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം. പിന്നെ വളരെ സീനിയർ അധ്യാപകരൊക്കെ ആണെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മൈൻഡ് താനാരാന്ന് പോലും ചോദിക്കട്ടെ. അതില്ല. കാരണം ഇവൻ അടുത്ത കൊല്ലം പോകാനുള്ളതാണ്. അടുത്ത കൊല്ലത്തേക്ക് വെട്ടാൻ നിർത്തിയിരിക്കുന്ന ആടാണല്ലോ എന്നാണ് അവൻ്റെ ഭാവം. അപ്പം ഞാൻ വിജയത്തിന് പുലിവാലാന്നൊരു തോന്നലുണ്ട് മനസ്സിലിടയ്ക്ക്. എന്നാലും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അന്തരീക്ഷം നമ്മുടെ പ്രകടനം കൊണ്ടൊന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നാരായണക്കുട്ടി ആളെ വന്നില്ല അല്ലേ, വരാൻ. നാരായണക്കുട്ടി, പിന്നെ ആരാണ്ട് ഉമ്മൻ സാറ്, അങ്ങനെ കുറച്ച് പേരെ ചെറുപ്പക്കാർ വെച്ച് പറഞ്ഞത്. അവിടെ നല്ല തമാശയായി, പാട്ടായി, ബഹളായി. പിന്നെ എൻ്റെ വക മിമിക്രിയായി. അങ്ങനെ പ്രൊഫസർ PP ജോസഫ് സാറിനെ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോർജസ് പോൾ നന്നാവുണ്ട്, ഒന്നും കൂടി തുടർന്നോളൂ, എന്നാൽ കേട്ടോളൂ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ, ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മളവിടെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചപ്പോൾ ആണ് ഇവർക്കൊക്കെ വളരെ സീനിയേഴ്സിനെ ഞാൻ പറയണത്. പക്ഷെ ആ സീനിയർ ടീച്ചേഴ്സിൽ ഒരു വ്യത്യസ്തനായ മനുഷ്യനുണ്ടായിരുന്നു. അതാണ് പ്രൊഫസർ CP ഇളയത്. എൻ്റെ ഡിപ്പാർട്ട്മെൻ്റല്ല, മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അത് എവിടെയോ കിടക്കുന്നു, ഞാൻ എവിടെയോ. എങ്ങനെ മാഷുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു പക്ഷേ മംഗലശ്ശേരി മനയിലെ ആളാണെന്ന് പറഞ്ഞത് അത് വാസ്തവം തന്നെ. എപ്പോഴും അത്. ഇന്നലെ ഇവരുടെ ഒരു മനയിലെ ഒരാൾ വിളിച്ചിരുന്നു, സ്വിച്ചോൾ വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് എന്തോ ഒന്നാമത് മാഷ് വളരെ പ്രോഗ്രസീവ് ആൻഡ് ഒരു ലെഫ്റ്റ് ചിന്താഗതിയാണ്. അതുമാത്രമല്ല, അവിടെ ഒരു ഞാനതിനെ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു ഗ്ലോറിഫൈഡ് പ്രൈമറി സ്കൂൾ എന്നാണ് വിളിച്ചിരുന്നത്. പ്രിൻസിപ്പളിന് ഭയങ്കര അധികാരമാണ്. അത് വേണം, നല്ലതാണ്. ഇപ്പോഴത്തെ പോലെ ഇപ്പോൾ അവിടെ എന്തോ 10,000 6,000 പിള്ളേർ അങ്ങോട്ട് കടക്കാൻ വയ്യ വണ്ടി കൊണ്ട്. ആരുടെ മേത്തെ ഇടിക്കാന്ന് അറിഞ്ഞൂടാ. പ്രിൻസിപ്പലിന് അധികാരം വേണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ നമുക്കറിയാമല്ലോ. ഇതിനിടയിൽ ഇങ്ങനെ ഒരു ചന്ദ്രനായിരിക്കണം ചന്ദ്രനുമായിട്ടുള്ള കൂട്ടുകെട്ടുകൊണ്ടാണ് ഇളയത് മാഷെ ആയിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. പിന്നെ ഞാൻ വന്ന കൊല്ലം തന്നെ ഈ കുട്ടികളെങ്ങനെയാണ് മനസ്സിലാക്കി. ഈ മാഷ് ഗിറ്റാർ വായിക്കുന്ന മാഷാണ്. അത് ഞാൻ സെൻറ്റ് തോമസിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഔസപ്പച്ചനും ജോൺസണൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യത്തെ കൊല്ലം തന്നെ ഒരു കുട്ടികൾ വന്ന് പറഞ്ഞിട്ട്
ഒരു വെസ്റ്റേൺ മ്യൂസിക് ബാൻഡ് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് കോളേജ്. അത് അറിഞ്ഞിട്ടില്ല പോവാ ഇല്ല, അനിയൊന്നും ഇല്ല അവിടെ. അതായത് 69 മാർച്ചിലോ കണ്ടാണ്, ഫെബ്രുവരി. ഡ്രംസിന് ജോബോയ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ നമ്പർ 1 ഡ്രമ്മറാണ്. അമേരിക്കയിലുള്ള പിന്നെ ലിസ്റ്റിൽ ഡ്രമ്മേഴ്സ്, വേൾഡ് ഡ്രമ്മേഴ്സിൻ്റെ ലിസ്റ്റിലുള്ള ആളാണ്. അതുപോലെ ഈ ബേസ് ഗിറ്റാർ പ്ലേ ചെയ്യാൻ ഒരാളെ അവിടുന്ന് കൊണ്ടുവന്നു. പിന്നെ റിഥം ഗിറ്റാറും മെയിൻ ഗിറ്റാറും വായിക്കാവുന്നു ഞാൻ, മറ്റേത് നമ്മുടെ സ്റ്റുഡൻറ്റ്. അത് കഴിഞ്ഞപ്പോഴാണ് പ്രിൻസിപ്പൾ വളരെ നന്നായിരുന്നു, വളരെ ഇഷ്ടമായി, നമുക്ക് കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം. അത് പുലിവാലായി. അന്ന് മുതൽ ഈ സാംസ്കാരിക രംഗത്തേക്കുള്ള തിരിച്ചിലായി. അപ്പം മാഷക്ക് മനസ്സിലായി ഇവൻ എന്തോ കയ്യിലുള്ള ആളാണ്. ഏത് മാഷാ? ഇളയത് മാഷ്. അതിന് ശേഷം ഇളയത് മാഷമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ചന്ദ്രനും ഞാനും വൈകുന്നേരമായാൽ അങ്ങനെ നടക്കാൻ വരും. ഇളയത് മാഷ അവിടെ കയറും. പിന്നെ ചർച്ചയാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ചർച്ചയാണ് അത്. കഥകളി, ഇപ്പോൾ കഥകളി എന്ന് മാത്രമല്ല, സംഗീതം എന്ന് മാത്രമല്ല, എല്ലാ പെർഫോമിംഗ് ആർട്സും. ഇപ്പോൾ കഥകളിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളെടുക്കുന്ന പല വിഷയങ്ങളും അല്ല മാഷ് പറയുക. അതാണ് അതിൻ്റെ രസം. മാഷിനോടുള്ള ബഹുമാനം എനിക്കതാ. മാഷ് സംസാരിക്കുന്ന എപ്പോഴും ഇറ്റ് ഈസ് ഫ്രം ദ എസ്തെറ്റിക് പോയിൻ്റ് ഓഫ് വ്യൂ. അങ്ങനെ ഒരു ചർച്ച ലോകത്തിൽ നടന്നിട്ടില്ല. എവിടെയാ? കഥകളിയുടെ സൗന്ദര്യശാസ്ത്രം അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഉണ്ണായിവാരുടെ കഥ, മറ്റേയാളുടെ കഥ, അത്രേ ഉള്ളൂ. സംഗീതത്തിൻ്റെ സൗന്ദര്യശാസ്ത്രം ഇയാൾ TM കൃഷ്ണൻ്റെ ഒരു പുസ്തകമുണ്ട്, ദി മ്യൂസിക് ഓൺ സൗത്ത് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഇന്നാളെ എവിടെയോ വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു ശ്വാസം മുട്ടുന്ന പോലെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ആ പുസ്തകം ഈസ് ദി ഓൺലി ബുക്ക് ഇൻ ദ വേൾഡ് ഓഫ് കർണാട്ടിക് മ്യൂസിക് ദാറ്റ് ഡീൽസ് വിത്ത് ദി എസ്തെറ്റിക്സ് ഓഫ് കർണാട്ടിക് മ്യൂസിക്. അപ്പം ഈ എസ്തെറ്റിക്സിനോട്, സൗന്ദര്യമായ കലകളുടെ സൗന്ദര്യം എന്താണ് എന്ന് ചർച്ച ചെയ്യാൻ ഒരാൾ, അത് മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 83 വരെ വേണുജി വരുന്നുണ്ട്. വേണുജി വന്നപ്പോൾ ഒരാളും കൂടിയായി. എത്രയോ സന്ധ്യകൾ. അത് മാഷ ഭാര്യയാണെങ്കിൽ ഒരു സൽക്കാരപ്രിയയാണ്. കാപ്പി, ചായ, അത് കഴിക്കുക, ഇങ്ങനെ സംസാരിക്കുക. അപ്പം ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ മാഷ് പറയും ചന്ദ്രനൊരു ശ്രോതാവാണ്, ഇങ്ങനെ കേട്ടിരിക്കുള്ളൂ. ഇത് അൺഎക്സ്പ്ലോർഡ് ഏരിയാസാണ് തീർച്ചയായിട്ടും. വളരെയധികം. പിന്നെ എനിക്ക് അങ്ങനെ ഒരാളെ ഇരിഞ്ഞാലക്കുട അല്ല, അവിടെ കിട്ടിയത്, തൃശ്ശൂർ കിട്ടിയത് കാഞ്ഞൂർ കൃഷ്ണൻ നമ്പൂരിപ്പാട്. ഓർമ്മയില്ലേ? എന്തൊരു മനുഷ്യനാ ദൈവമേ! കലകളുടെ പാരസ്പര്യം ഇതിനൊന്നും വേർതിരിച്ച് കാണേണ്ടതല്ല. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വിഷ്ണുധർമ്മോത്തരൻ്റെ കഥ കേൾക്കുന്നത് ഇളയത് മാഷിൽ നിന്നാണ്. ആ കഥ കേട്ടിട്ടുണ്ടാ? ഇല്ല. എന്നാ കേട്ടോളൂ. മാഷൊരിക്കൽ പറഞ്ഞു, ഞാൻ അന്നാണ് വിഷ്ണുധർമ്മോത്തരനെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതായത് വിഷ്ണുധർമ്മോത്തര കാവ്യത്തിൽ ഒരു ഭാഗത്ത് ഒരു കഥ പറയുന്നുണ്ട്. വജ്രരാജാവ് മാർക്കണ്ഡേയ മഹർഷിയുടെ അടുത്ത് പോയി പറഞ്ഞു, അങ്ങനെ ശില്പമുണ്ടാക്കാനാണ്, ശില്പകല പഠിപ്പിക്കണം. മാർക്കണ്ഡേയ മഹർഷിക്ക് ഇയാൾ രാജാവ് എന്ന് പറഞ്ഞ ഒരു വിലയില്ല. എടോ, അതിന് തനിക്ക് ചിത്രകല അറിയോ? അയ്യോ ഇല്ല. എന്നാൽ ഞാൻ ചിത്രകല പഠിക്കാം. അപ്പോൾ ചോദിക്കുന്നത് അതിന് തനിക്ക് നൃത്തം അറിയുമെന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്ത് ചിത്രകലയും നൃത്തവും തമ്മിൽ ബന്ധം ഭയങ്കര ബന്ധമാണ്.
അയ്യോ എനിക്ക് നൃത്തം ഒട്ടും അറിയില്ല, എന്നാൽ താൻ അത് പോയി പഠിച്ചിട്ട് വാ. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ ചിത്രകലയും അത് കഴിഞ്ഞ് ശില്പവും ഒക്കെ. അല്ല, അങ്ങനെ നൃത്തം പഠിക്കാൻ എന്താ നൃത്തം പഠിക്കുന്നതിന് മുമ്പ് തനിക്ക് താളം, ഉപകരണ സംഗീതം, ഈ ലയം ഇതൊക്കെ മനസ്സിലാക്കണം. അത് പോയി പഠിക്കണം. ഓ, പുലിവാലായ. എന്നാൽ ഞാനത് പഠിക്കാൻ വയസ്സ് കാലത്ത് പറഞ്ഞപ്പോൾ എടോ അതൊന്നും അല്ല, പിന്നെ ആദ്യം പഠിക്കേണ്ടത് വായ്പാട്ടാണ്, വോക്കൽ സംഗീതം. ഭയങ്കര ഒരു തിയറിയാണ് അത്. വിശുദ്ധർമ്മോത്തർ എന്ന് പറഞ്ഞാൽ ഒരു 6-ാം നൂറ്റാണ്ടൊക്കെയാണ്. ആ 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലത്തെ മഹർഷിമാർ പിന്നെ ഈ കലകളുടെ പാരസ്പര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. ഇത് സായിപ്പ് തന്നെ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഹൗ ദേ ആർ റിലേറ്റഡ്. നമ്മളെപ്പോഴും ഭാവം, അനുഭാവം, പിന്നെ സഞ്ചാരി, അങ്ങനെ അവസാനം രസം, ഭാവം, അനുഭാവം, വിഭാവം, സഞ്ചാരി, രസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ കലകൾക്കും ബാധക. കഥകളി ആയാലും ശരി, വരയായാലും ശരി, പാട്ടായാലും ശരി, അതിൽ വോക്കൽ മ്യൂസിക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. മാഷ ജ്ഞാനത്തിൻ്റെ രഹസ്യം അതിന് സംഗീതത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ഒരുപക്ഷെ അതായിരിക്കണം ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത്. മാഷ അന്ന് പണ്ട് എവിടെയാണ്, ഞാൻ ആ സ്ഥലമൊക്കെ മറന്നുപോയി, തമിഴ്നാട്ടിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഏതാ? അതെ അതെ, തിരുനെൽവേലിയാണ്. ആ, ധാരാളം കച്ചേരികൾ കേൾക്കുന്നു, റേഡിയോയിൽ കച്ചേരി കേൾക്കുന്നു, മഹാന്മാരായ സംഗീതജ്ഞന്മാരുടെ പ്രത്യേകതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അങ്ങനെ എത്രയോ 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 പ്രാവശ്യം. അതിനിടയ്ക്ക് കൂടിയ ഞാനാണെങ്കിൽ അന്ന് ഈ വേണുജി വന്നപ്പോൾ പിന്നെ ഇങ്ങോട്ട് പ്രവേശിച്ചിട്ടുള്ളൂ. അതുവരെ എനിക്കിതൊക്കെ ഔട്ട് ഓഫ് ബൗൺസ് ആയിരുന്നു. ഇവിടെ കടന്നാൽ എന്താ സംഭവിക്കാമെന്ന് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക്. അല്ല, ഞാൻ തമാശ പറയില്ല, ഭയങ്കര പേടിയായിരുന്നു. ഒരിക്കൽ കഥകളി ക്ലബ്ബിൽ ഇദ്ദേഹത്തെ നിങ്ങൾ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ജോർജ് മാഷ് ഒന്ന് പോയിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോവില്ല, വേറൊരാളും കൂടെ. അതാരോ നിങ്ങൾ ആരോ വന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് പോയി നിന്നു. പക്ഷേ ഈ മാഷ കാര്യം പറഞ്ഞ പോലെ പിൽക്കാലത്ത് ഏറ്റവും നല്ലൊരു സുഹൃത്തായി മാറിയ ആളാണ് അമ്മന്നൂർ മാധവ് ചാക്യാൻ. അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റയിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് ഹിന്ദുവിലെ GS പോളാണെന്നാണ്. ഈ കൂടിയാട്ടത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് ഞാൻ തന്നെയാണെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് വാസ്തവ മറ്റ് ചാക്യാന്മാർക്ക് കലാമണ്ഡലത്തിലെ അവർക്കൊക്കെ ഇത്തിരി വിഷമമായിരുന്നു ആദ്യം എന്നോട്. പിന്നെ അവനെക്കുറിച്ചൊക്കെ എഴുതി തുടങ്ങി. അവനെക്കുറിച്ചൊന്നും അവിടെ ഒന്നും എഴുതാനില്ല, ഇവിടെ അല്ലേ എല്ലാം നടക്കുന്നത്. ഈ നങ്ങിയാർകൂത്തെന്ന് പറഞ്ഞാൽ മറ്റൊരു കലാരൂപമാണോ പോണേ എന്ന് ചോദിച്ചൊരു മഹാൻ ഉണ്ടായിരുന്നു, അവിടെ മരിച്ചുപോയി, വലിയ സ്കോളറാണ്. ഇവിടെ നങ്ങിയാർകൂത്തിന് അങ്ങോട്ട് പിന്നെ അതിൻ്റെ ഷേപ്പ് കൊടുത്ത് അതിനെ വലുതാക്കി ഉഷാ നങ്ങിയാർ എന്ന് പറയുന്ന ഒരു നർത്തകി, നങ്ങിയാർകൂത്തിൻ്റെ പര്യായമായി ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട്. അയ്യോ ഉഷയ്ക്ക് ഇപ്പോൾ കണ്ടാലും അതേ പറയാനുള്ളൂ. അത് അവിടെ സഹിച്ചില്ല കലാമണ്ഡലത്തിൽ. അവിടെ പൈകുളത്തിന് ഇവരെ പഠിപ്പിക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ, നേരത്തെ മരിച്ചുപോയില്ല. അപ്പോഴാണ് അവിടുത്തെ ഏറ്റവും വലിയ അഡ്വൈസറും പിന്നെ ഒരു മഹാപണ്ഡിതനായിട്ടുള്ള ഒരാൾ ഒരിക്കൽ തൃശ്ശൂർ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, അല്ല ഈ നങ്ങിയാർകൂത്തെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വേറൊരു കലാരൂപമായിട്ട് ഒക്കെ എങ്ങനെയാണ് കരുതാൻ പറ്റുമോ? എന്തൊരു വിഷമമെന്നറിയോ, അസൂയ. അപ്പോൾ അത് പോട്ടെ. ഇവിടുത്തെ അപ്പോൾ ഞാൻ ലളിത് മാസ്റ്റർ കാര്യം പറഞ്ഞാൽ ഈ എസ്തെറ്റിക്സിനെ കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നാണ് എനിക്കും അങ്ങനെ ഒരു രൂപം എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് പതുക്കെ കഥകളി ക്ലബ്ബിൽ വരുന്നത്. അത് ഞാൻ ആലോചിക്കേണ്ട, കഥകളി ക്ലബ്ബ് ഇനാഗ്രേറ്റ് ചെയ്താരാ?
ഈ 50 കൊല്ലം മുമ്പ് KN ബിഷേ ഡോക്ടർ KN ബിഷാരടി കഥകളി ക്ലബിൻ്റെ ഉദ്ഘാടനം എൻ്റെ മെമ്മറി ശരിയാണെങ്കിൽ ഫാദർ ഗബ്രിയേൽ ആണോ? ചിറ്റൂർ കുഞ്ഞം നമ്പൂരിപ്പാട് ഉദ്ഘാടനം ചെയ്ത സാധനമൊക്കെ മരിച്ചുപോയി. അല്ലേ? ആരാ ആദ്യത്തെ? ഇപ്പം നിലനിൽക്കുന്ന നിങ്ങൾ ഈ 50 വർഷം പറയുന്നുണ്ടല്ലോ, അത് 975 മാർച്ച് 31 ഫാദർ ഗബ്രിയേൽ ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോയി. അദ്ദേഹം അവിടെ ഉണ്ട്. മാഷ് പറഞ്ഞ് നമുക്ക് പോയിട്ട് വിളിക്കണം, കാരണം ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും പരമയോഗ്യൻ അദ്ദേഹം. എന്നാൽ ഗബ്രിയേൽ അച്ഛനും ഇളയത് മാഷും അത്ര സുഖത്തിലായിരുന്നില്ല. ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വേറെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. ഗബ്രിയേൽ അച്ഛൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മാഷന്മാർക്ക് ഗുണം വരുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല. ആ ചന്ദ്രൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഫാനില്ല. അതിൻ്റെ ഇപ്പുറത്ത് ഞങ്ങൾ വലിയ റോയലായിട്ട് ഫാനിൻ്റെ അടിയിലിരിക്കുക. അപ്പോൾ PP സാറ്, PP ജോസഫ് സാറ് അവിടെ ഫാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തില്ല. എത്ര ഗബ്രിയേൽ അച്ഛൻ പോയതിന് ശേഷം അവിടെ ഫാനിലായിരുന്നു. അപ്പോൾ അതുപോലത്തെ പ്രവണതകൾ ഒട്ടും ഇഷ്ടമായിരുന്നില്ല ഇളയത് മാഷക്ക്. അങ്ങനെയാണ് ഞാൻ വാസ്തവം പറഞ്ഞാൽ ഈ കഥകളി ക്ലബിൽ വന്ന് പെടുന്നത്. കഥകളി ഞാൻ അവിടെ ചെമ്പുക്കാവിൽ താമസിക്കുമ്പോൾ ഈ മദ്ദളത്തിൻ്റെ ചെണ്ടയുടെ ശബ്ദം റീജിയണൽ തിയേറ്ററിൽ കയറ്റാൻ പ്രതിക്ക് പോവും. എൻ്റെ സഹപാഠികൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ അവരും പറഞ്ഞു തരും. ഇങ്ങനെ കുറേ മനസ്സിലാക്കി ഒരു ലെവലെത്തിയപ്പോൾ ഇവിടെ വന്നത് മുഴുവൻ കഥകളിയുടെ അകത്തായി. അപ്പോഴാണ് മാഷ് ഇങ്ങനെ ഓരോ ഐഡിയാസുമായിട്ട് വരുന്നത്. അതായത് പിന്നെ അന്ന് എന്തോ ഒരു നല്ല കാലത്തിന് ആകാശവാണിയിലെ ഉണ്ണി, ഏതുണ്ണിയാണ്, VN ഉണ്ണിയാണോ NP VN ഉണ്ണി ഞങ്ങളിടയ്ക്ക് അവിടെ കാണണമല്ലേ, ഞാനും പോകണമല്ലോ അവിടേക്ക്. അതേടോ ഞങ്ങൾക്ക് ഓണത്തിനൊരു കഥകളി നടത്തുന്നുണ്ട്, തൃശ്ശൂർ വേണ്ട. നിങ്ങൾ അങ്ങനെ പറഞ്ഞാലോ, ഞാൻ തൃശ്ശൂർക്കാരനായിട്ടാണ്. പിന്നെ എവിടെയാ? നമ്മൾ തൃശ്ശൂർ വേണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുടയാവും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ചെയ്തു തരും. അപ്പോൾ പറഞ്ഞു എന്നാൽ അത് ഏറ്റു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം അന്ന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഡയറക്ടർ MK ശിവശങ്കരനാണ്. ശിവശങ്കരൻ നമ്മുടെ പിന്നെ മാഷുണ്ടല്ലോ, നാളെ മരിച്ച കുമാരമേനോൻ, അവർ ക്ലാസ്മേറ്റ്സാണ് ഇവിടെ മഹാരാഷ്ട്രയിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇളയത് മാഷ് വീട്ടിൽ വലിയ സൽക്കാരം ഒരുക്കിയിരിക്കണം. ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് ചർച്ച ചെയ്തു. ദക്ഷയാഗമായിരുന്നു കളി നമ്മൾ, ഓർമ്മയുണ്ടോ? ആയിരിക്കണം. അത് എൻ്റെ റെക്കോർഡുകൾ നോക്കിയാൽ അറിയാം. ദക്ഷയാഗം കഥകളിയാണ്. അങ്ങനെ ആകാശവാണിക്ക് വേണ്ടി അല്ലേ നോക്കണം. അല്ല, അത് രേഖകളുണ്ട് അതിനൊക്കെ, നിങ്ങളുടേലും ഉണ്ടല്ലോ. ഈ രേഖയല്ല. അപ്പോൾ അങ്ങനെ ഇളയത് മാഷ ഒരാഗ്രഹം സാധിക്കുക. അപ്പോൾ അന്നൊക്കെ വെട്ടിക്കലൊക്കെ എന്താ ആങ്സൈറ്റി, അവരെ കാത്തു നിൽക്കുക, അങ്ങോട്ട് പോകണോ. ഞാൻ പറഞ്ഞ നമ്മൾ വിളിച്ചവിടെ വരാണ്ടിരിക്കുമോ. അത് കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെ മിനിസ്ട്രി ഓഫ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്രാൻഡ് അത് നിങ്ങൾ ചെയ്യണം കട്ടാനിയാണ്. അതായത് മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചറൽ അഫയേഴ്സ് ഡൽഹി, അവർ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ ഒന്നും വേണ്ട, ഒരു കൊല്ലത്തിൽ ഒരു ഫെസ്റ്റിവൽ നടത്താൻ ഗ്രാൻഡ് മതി.
രാമമംഗലത്ത് നമ്മൾ സുഖമായിട്ട് മേടിക്കുന്നുണ്ട് ഗ്രാൻഡ്. എത്രയോ കൊല്ലമായി ഞാൻ ചെന്നേ പിന്നെ അവിടെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം അന്ന് പിന്നെ അഗ്നി എന്നെ സഹായിച്ചിരുന്നു. അതിൻ്റെ പ്രോജക്റ്റ് എഴുതി നമ്മൾ പിന്നെ മിനിസ്ട്രിക്ക് അയച്ചിട്ട് അവർ എത്രയോ പൈസ തന്നു. അന്ന് വെട്ടിക്കിഴക്ക് ഇങ്ങനെ എന്ത് വലിയ ഗമേല നടക്കണം, ഏതാണ്ട് സംഗതി കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ നടത്തിയത് നാട്യധർമ്മി ആൻഡ് ലോകധർമ്മി, ഇതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ വരാത്തതാരാ സംസാരിക്കാൻ? മരുമകൻ രാജ, വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ. പിന്നെ KP നാരായണപിഷാരടി മാഷ്, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മരുമകൻ രാജയൊക്കെ ആ കഥകളിയും മറ്റേ യക്ഷഗാനമായിട്ട് താരതമ്യപ്പെടുത്തി യക്ഷഗാനത്തിൽ മുഴുവൻ ലോകധർമ്മിയാന്ന് പറയാനും ഒക്കെ ഉണ്ടായിരുന്നു. അത് വലിയൊരു സംഗതിയായിട്ട് പിന്നെ നടന്നത്. അങ്ങനത്തെ ഒരു ചർച്ച നടന്നിട്ടുമില്ല വേറെ സ്ഥലത്ത്. പിന്നെ അതിൽ വേണുജിയും നിർമ്മല പണിക്കരുമാണ് ഈ രണ്ട് കല, അതായത് കൂടിയാട്ടത്തിലെയും മോഹിനിയാട്ടത്തിലെയും പിന്നെ എന്താ പറയുക ലോകധർമ്മിയും നാട്യധർമ്മിയും ഡെമോൺസ്ട്രേഷൻ കാണിച്ചത്. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ആദ്യത്തെ ആണോ 86 89 എപ്പോഴാണെന്ന് ഓർമ്മയില്ല. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിന് ആർട്ടിൻ്റെ കോളമില്ല, ഫോക്കസ് ഓൺ മൺഡേ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ ഇളയത് മാഷെ ഓർക്കുമ്പോൾ ഒക്കെ ഞാൻ സേവ്യർ മൂർഖാടിനെ ഓർക്കും. കാരണം ഈ കഥകളി ക്ലബിൻ്റെ ന്യൂസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവസാനം ഉണ്ടാവും പ്രസിഡന്റ് പ്രൊഫസർ CP ഇളയത് അധ്യക്ഷൻ. അപ്പോൾ ആ സാധനം എഴുതിയിട്ട് അതിൻ്റെ കോപ്പി എൻ്റെ വെബ്സൈറ്റിലേക്ക് അത് കയറും. അത് നല്ലൊരു പ്രോജക്റ്റായിരുന്നു. പിന്നെ അതുപോലെ എത്ര സംഗതിയെ നടത്തേക്കുന്ന സെമിനാറുകൾ, കാലകേയവധം, നിവാതകവചം അല്ലേ? ഞാൻ പണ്ട് വിചാരിച്ചത് എന്ത് മാറണമാണ്. നിവാതകവച കാവലകേയവധം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ പത്മനാഭനാശാൻ, കലാമണ്ഡലം പത്മനാഭനാശാൻ്റെ ഒരു എന്താ പറയുക ഒരു ഉഗ്രൻ പ്രസംഗം. പിന്നെ കാലകേയ ഈ നമ്മുടെ പട്ടിക്കാൻ തുടങ്ങിയല്ല, കീഴ്പ്പണം കുമാരനാശാൻ വന്നു, അർജുനൻ കെട്ടി. ഏതിലാ? കാലകേയത്തില്ല അർജുനൻ. ഇത്തിരി മെനക്കെട്ട സാധനം അത്. എന്നിട്ട് എനിക്ക് ഓർമ്മ, ഞാൻ സാക്ഷിയാണ്. ഇളയത് മാഷോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ അർജുനൻ്റെ വേഷം എനിക്ക് തരാൻ? പക്ഷെ അത് ഗംഭീരമായ, അത് ഞാൻ ഹിന്ദുവിനാണ് എഴുതിയത്, അതിൻ്റെ കോപ്പി എൻ്റെ ഉണ്ട്. ഇങ്ങനെ പിന്നെ എന്താ പറയുക, അന്ന് ഇത്രമാത്രം കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ലെങ്കിലും, ഫെസിലിറ്റീസ് ഇല്ലായിരുന്നുവെങ്കിലും, ആ ലിമിറ്റഡ് ഫെസിലിറ്റീസ് ഉപയോഗിച്ച് മാക്സിമം കാര്യങ്ങൾ കഥകളി ക്ലബ്ബ്. ആ കഥകളി ക്ലബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുട കഥകളി ക്ലബ്ബാണ്. അവിടെ ഇന്ത്യൻ എക്സ്പ്രസ് ഓഫീസിൽ ആരോ ചോദിച്ചു, ചെറിയ പെണ്ണ എഡിറ്ററോട് പോയി ചോദിച്ചു, ഈ ജോർജസ് പോൾ ഒരുപാട് സ്റ്റോറി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് എഴുതുന്നുണ്ട്, അതൊക്കെ ആ കഥകളി ക്ലബിൻ്റെ ആണല്ലോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങേക്ക് ഇദ്ദേഹത്തൊക്കെ അറിയാം. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ അത് മാത്രമല്ല, മലയാളം വാരികയുടെ ഇനാഗറേഷന് അമ്മന്നൂർ മാധവൻ ചാക്യാരുടെ പാർവതി വിഗ്രഹം താജ് ഹോട്ടലിൽ ഗവർണറെ ഉദ്ഘാടനം ചെയ്തത് അവർ പറഞ്ഞിട്ടാ. ഈ എഡിറ്ററും അതുപോലെ എഡിറ്റോറിയൽ അഡ്വൈസർ എന്ന് പറഞ്ഞ TS ജോർജ് എന്ന് പറഞ്ഞ മഹാനെ അറിയാലോ. ഇവിടെ വന്നു എന്നോട് പറഞ്ഞു, സാധാരണ കലാരൂപമൊന്നും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, കഥകളിയാലേ? കഥകളിയാണ്, അതിലും എന്നാ കൂടിയാട്ടമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നമസ്കരിച്ച് അദ്ദേഹം സമ്മതിച്ചു. ഒരു മണിക്കൂർ നേരത്തേക്ക് അതിൻ്റെ സാധനമൊക്കെ ഞാൻ അടിച്ചു കൊടുത്തു. അവർ
താജ് റെസിഡൻസിയിൽ രാത്രി ഗവർണർ 1.5 മണിക്കൂറിൽ ഈ സാധനം കണ്ടു. ഇങ്ങനെ ഇരുന്ന അന്ന് ഇയാളല്ല, അരിമുഹമ്മദ് ഖാനല്ല, വേറെ ആരോ നല്ലൊരു ഗവർണർ അങ്ങനെ ശരിക്കും ഇരുന്ന് കണ്ട് ആസ്വദിച്ചു. കാരണം ഈ സാധനം കയ്യിലുണ്ട്. അപ്പോൾ അത്രയ്ക്ക് കഥകളി ക്ലബിൻ്റെ പരിപാടികൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു ചെറിയ സബ്ബലിറ്റർ ഒരു കുട്ടിയാണ് പോയി ചോദിച്ചത്, ഇങ്ങനെ ജോർജസ് പോൾ ഇത് തന്നെ അയക്കേണ്ട മതി, നിങ്ങൾ നിങ്ങളുടെ ആ ജോർജസ് പോൾ തരുന്ന സാധനം നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ മതി എന്ന് പറയുണ്ടായി. അങ്ങനെ പിന്നെ എന്താ പറയുക, നേതൃത്വത്തിൽ കഥകളി, ഞാനും കഥകളി ക്ലബ് എക്സിക്യൂട്ടീവ് ഭാരവാഹിയായിരുന്നല്ലോ. ഞാനും കുറേ നാൾ ഭാരം വഹിച്ചു. ഞാൻ ഭാരം കമ്മിറ്റിയിലില്ലെങ്കിലും ഞാൻ ഭാരം വഹിച്ചുകൊണ്ട് തന്നെ നടക്കണം മാഷെ സഹായിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേഷം ഉണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ വന്ന പിന്നെയല്ലേ മനസ്സിലാക്കണേ. താലി കത്തി ഇതെല്ലാം ഈ മീശ എന്ന് പറഞ്ഞൊരു വേഷം കഥകളിയിലുണ്ടെന്ന് തെളിയിച്ച ആളാണ് CP. അങ്ങനെ CP ഒക്കെ അവിടെ ഇരിക്കുന്ന ട്രഷറർ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ണാവാര്യരുടെ ആൾക്കാർക്ക് കാശ് കൊടുക്കാനായിട്ട് ഇരിപ്പുണ്ട്. എന്താ എൻ്റെ ഗമ. ഇതിനെല്ലാം കാരണം അനിയൻ മുമ്പ് പറഞ്ഞത്, അതായത് ഇളയത് മാഷ നേതൃത്വമാണ്. എല്ലാവരെയും ഒരാളെക്കുറിച്ച് കുറ്റം പറയും നമ്മൾ. പിന്നെ പണ്ട് അരവിന്ദാക്ഷൻ മാഷ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജസ് പാളി താൻ എവിടെയാ? ഞാൻ വീട്ടിലാണ്. എന്നാൽ താങ്കൾ വാ. എന്താ അത്? കുറച്ചു നേരം വർത്താനം പറയാൻ. അവിടെ ചെല്ലുന്ന വെച്ചാൽ പരദൂഷണത്തിൽ ഞാനും മാഷും തമ്മിൽ ഈ പറഞ്ഞ പരദൂഷണമൊക്കെ പറയാറുണ്ട്, ആരും കേൾക്കാതെ. പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെയധികം പരിപാടികൾ, വളരെ സിസ്റ്റം ആ ഭാരം വഹിക്കാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരു രസമാണ്, ഒരു ആനന്ദമാണ്. എന്നാൽ എല്ലാവരും മാഷ് പറയണത് അങ്ങോട്ട് അതുപോലെ അനുസരിക്കുകയാണോ? അല്ല, എല്ലാവരും സ്വതന്ത്രമായിട്ട് അവരവരുടെ അഭിപ്രായം പറയും. അങ്ങനെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാനായിട്ട് മാഷക്ക് സാധിക്കും. അതാണ് ലീഡർഷിപ്പിൻ്റെ കഴിവ്. ലീഡർഷിപ്പിൻ്റെ അവനവൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ള മേലെ അടിച്ചേൽപ്പിക്കുന്നതല്ല, എല്ലാവരുടെയും കൂടെ കേട്ടിട്ട് അതിൽ നിന്ന് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കി വരിക എന്നുള്ളത് വലിയ സംഗതി. പിന്നെന്താ മാഷെക്കുറിച്ച് പറയാനുള്ളത്? എത്ര പറഞ്ഞാലും തീരില്ല. മാഷെ പിന്നെ മുമ്പേ പറഞ്ഞ പോലെ സുഖമില്ലാണ്ടായപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഞാൻ 2001-ലോ 2002-ലോ കാണാൻ റിട്ടയർ ചെയ്യുന്നത്. അതിനുശേഷം മാഷക്ക് അധികം നാൾ ഫോണിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. സുഖമായി. പിന്നെ 2016 മരിക്കുകയുണ്ടായി. മരിച്ചിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവിടെ അനുസ്മരണത്തിൽ ഞാൻ തന്നെയായിരുന്നു പ്രസംഗിച്ചിരുന്നത്. വളരെ ഒരു എന്താ പറയുക, ഒരു സഹൃദയത്വം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഒരു കലയും മോശമാണെന്നല്ല, എല്ലാത്തിനെയും ആസ്വദിക്കാനും അതിൻ്റെ സൗന്ദര്യശാസ്ത്രം മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും ഉള്ള ഒരു കഴിവുള്ള ഒരു നേതൃത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവരെല്ലാം ഒറ്റക്കൈയായിട്ട് പ്രവർത്തിച്ചു. അത് വലിയ ഒരു എന്താ പറയുക സപ്പോർട്ടായിരുന്നു സാറ്. അതുകൊണ്ടാണ് കഥകളി ക്ലബ് എന്ന് പറഞ്ഞാൽ കുടക്കഥകളിക്കുന്ന. ഇപ്പോൾ തൃശ്ശൂർക്കാരും ഏകദേശം ഇടയ്ക്ക് ചൂടാവുന്നുണ്ട്, പക്ഷെ ചൂടായിട്ട് നിങ്ങളുടെ അത്രയും ചൂടാവുന്നില്ല. ഞാൻ അവിടെ ഇടയ്ക്ക് പോവും, വളരെ പൂർവ്വേ പോകാറുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അഗ്രശാലയല്ലേ കളി. അവർക്ക് ആനലിൽ എൻ്റെ കൂടെ കഥകളി കാണാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ഇവിടെയൊക്കെ പഴയ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക.
നമ്മുടെ മേൽവസ്ത്രങ്ങളും മറ്റു വസ്ത്രങ്ങളൊക്കെ തൂക്കി ചില കുറേ കസേര അവിടെ കൂട്ടിയിരിക്കുക. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ലുക്ക് ജോർജ്, വാട്ട് ഈസ് ദിസ്? ഞാൻ പറഞ്ഞു, ദിസ് ഈസ് കേരള. ദിസ് ഈസ് എ പാർട്ട് ഓഫ് എസ്തെറ്റിക്സ്. യു ആസ്ക് ദം. അത് സൗന്ദര്യാത്മകമായിട്ട് അതിനെ അവതരിപ്പിക്കണമെങ്കിൽ. അപ്പോഴാണ് ഞാൻ നളിനേട്ടൻ്റെ കാര്യം ഇവിടെ പറഞ്ഞൊരു ആര് വേണോ പറഞ്ഞത്. നളിനേട്ടൻ്റെ ഓരോ കാര്യവും ആരും പറഞ്ഞിട്ടല്ലേ, ഓരോ കാര്യവും ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാലേ പറഞ്ഞാൽ ബെഞ്ചിടാൻ പിടിച്ചു വിടാനും കർട്ടൻ ശരിയാക്കാനും സൗണ്ട് ശരിയാക്കാനും. സൗണ്ട് നമ്മൾ ഇദ്ദേഹം തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത്. ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ ആരും പറഞ്ഞിട്ടല്ല. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെ വേറൊരു സ്ഥലത്തും കിട്ടാൻ സാധ്യത. ആ ഗ്രൂപ്പിൽ കുറേ നാൾ പ്രവർത്തിക്കാൻ ഞാൻ സത്യം പറഞ്ഞ ഒരു രഹസ്യം പറയട്ടെ, ആരോടും പറയരുത്. ഈ ചക്രവാക ചുഴിയിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ DGP ആയിട്ട് റിട്ടയർ ചെയ്തത്. സത്യമാണ്. ഇത് ആരോട് ചന്ദ്രൻ അറിയാമോ എന്നൊരു സംശയം ഉണ്ടെന്നേ ഉള്ളൂ എനിക്ക്. ഇതിൽ പെട്ട് പിന്നെ ഇതിൻ്റെ പുറകെയായി. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ പുറകെ ആർട്സ് കേരള, മറ്റത് മറിച്ചത്, പിന്നെ എഴുത്ത് തുടങ്ങി ഒരു 86, 87 ആയപ്പോഴത്തേക്ക് എഴുതാൻ പ്രേരിപ്പിച്ചതും ഇളയത് മാഷാണ്. കുറേ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഹിന്ദു പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹിന്ദുവിൽ എഴുതി. അപ്പോൾ മാഷ് കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അതെ ജോർജ്, ഇത്തിരി കൂടി ലളിതം അത്ര കട്ടിയാക്കണ്ട എന്നോട് പറഞ്ഞു. രണ്ടുപേരും അങ്ങനെ പറഞ്ഞുള്ളൂ. ഒന്ന് മാഷും മറ്റേ ഉളപ്പവണ്ണ. ഞാനും വളരെ ക്ലോസ് ആയിരുന്നില്ല. നമ്മൾ എന്തോ കാര്യത്തിന് ഉളപ്പവണ്ണെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് അങ്ങനെ പോയി അവിടെ പോയി വിളിക്കണം, ഒന്നും വേണ്ട, ഞാൻ വിളിച്ചാൽ വരുന്നു പറഞ്ഞ് അങ്ങനെ തന്നെ വരികയും ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞാൽ ഇത്തിരി ഭാഷയുടെ കട്ടി കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാഷയുടെ കട്ടി വളരെ കുറഞ്ഞു തന്നെ കുറയും. കാരണം ഈ പത്രമല്ലേ, പത്രക്കാരല്ലെങ്കിൽ കുറയ്ക്കും. അത് മാഷാണ് അതിന് ഒരു വലിയ പ്രേരക ശക്തിയായിരുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട് മാത്രമല്ല, ഈ സമൂഹത്തിനും പിന്നെ അക്കാഡമിക് ലെവലിലും അതെ. മാഷ നല്ലൊരു അധ്യാപകനാണ്. അന്നത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് കുമാരമേനോനും ഇളയത് മാഷെന്നും ഒക്കെ പറഞ്ഞാൽ ജെംസാണ് വാസ്തവം. അപ്പോൾ അക്കാഡമിക് രംഗത്തും പ്രൊഫഷണൽ രംഗത്തും അതുപോലെ സമൂഹത്തിലും. ഞാനൊരിക്കൽ ക്രൈസ്റ്റ് കോളേജിൽ എന്തോ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചു. അതായത് പണ്ടൊക്കെ ക്രൈസ്റ്റ് കോളേജിലെ മാഷന്മാരൊക്കെ ഇവിടുത്തെ സമൂഹവുമായിട്ട് നല്ല ബന്ധമായിരുന്നു, പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത്. എനിക്കറിയാം ഇവിടെ പിന്നെ അമ്മനൂരിലെ കളരി അല്ലെങ്കിൽ നടനകൈരളി ഇവിടെ എന്നും ക്ഷണിക്കപ്പെട്ടില്ലെങ്കിലും തന്നെ വരുന്ന ഒരാൾ ഇളയത് മാഷായിരുന്നു. നിങ്ങളൊക്കെ കുറേ കഴിഞ്ഞ പിന്നെ പറഞ്ഞാൽ എനിക്കറിയാം, ഈ കഥകളിക്കാർക്ക് കൂടിയാട്ടം പിടിക്കില്ല. അത് സംഗീതമല്ലോ, എവിടെയാ രാഗം നോക്കിയിരുന്ന അയ്യോ അത് കേട്ട് കഴിഞ്ഞാൽ എവിടെയായാലും സംഗീതം. പ്രാസംഗികനായിട്ട് എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ചുണ്ടായില്ല. വേണുജീത് എപ്പോഴും പറയും, മറ്റ് കഥകളി ഈ മെമ്പേഴ്സ് അങ്ങനെ അധികം വന്നില്ലെങ്കിൽ തന്നെ മാഷ് സ്ഥിരമുണ്ടാവും. അസുഖമാകുന്നിടം വരെ എനിക്കറിയാം മാഷ് സ്ഥിരമായിട്ട് നടനകൈരളിയിലും അതുപോലെ ഇവിടെയും പ്രസംഗിക്കാൻ മാത്രമല്ല കാണാനും അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നിരുന്നൊരു ദേഹമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾ വളരെ എന്താ പറയുക, വളരെ യുവത്വം നിറഞ്ഞ ഒരു ലീഡർഷിപ്പ്. രമേശനൊക്കെ ഇത് എടുത്തു നോക്കിയ രമേശൻ്റെ പോസ്റ്റ് കാണാം. അപ്പോൾ കാലത്തെങ്ങാനും എടുത്ത് നോക്കിയോ രമേശൻ നമ്പീശൻ കഥകളിക്കപ്പ് പത്രക്കുറിപ്പ് മറ്റത് മറിച്ചത് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമെന്ന് അർത്ഥം. ഇത് തന്നെ ഒരു
ഇതിനൊരു വലിയ സംഭവമാക്കണം. അതിനെ പറ്റിയൊരു ആവേശവും അതിനെ പറ്റിയൊരു അറിവും. രമേശൻ നല്ല സംഘാടകൻ. ഞാൻ പറഞ്ഞില്ലേ എന്നോട് കൊണ്ട് ഇല്ലേ? പറയേ, സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഈസിയല്ല. ഞാൻ എവിടെയോ സംസാരിച്ചല്ലോ അടുത്ത് 4 ഘടകങ്ങളാണ് ജേർണലിസത്തിൽ പറഞ്ഞതേ. 1 ഓർഗനൈസേഷൻ, 2 പെർഫോമൻസ്, 3 ഓഡിയൻസ്, 4 മീഡിയ. ഇത് 4ഉം കൊണ്ടു നടക്കാൻ പറ്റിയ ആൾക്കാരാണ് ഇവർ 2 പേരും, ഒരു പ്രസിഡൻറ്റും സെക്രട്ടറി. ബാക്കിയുള്ളവരെ ഞാൻ അറിയില്ല. അത് കാണാനും ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ തൃശ്ശൂർക്കാർക്കൊക്കെ നിങ്ങളുടെ അസൂയ. ഞാനൊക്കെ എന്താന്ന് നടക്കണം ദിവസവും പരിപാടി. ഇതിപ്പോൾ 1, 2, 3, 4 ദിവസം, 16 ദിവസം നടക്കുക. അപ്പം അതിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ എന്നെപ്പോലെയുള്ളവർക്ക്, പ്രത്യേകിച്ച് പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കഥകളി ക്ലബ്ബ് പിന്നെ എന്താ പറയുക, പലയിടത്തും ശോഷിച്ച് പോയിട്ടുണ്ട്. ഞാൻ അക്കാദമിയിൽ എക്സിക്യൂട്ടീവുള്ള കാലത്ത് കഥകളി ക്ലബ്ബുകളുടെ ഈ പിന്നെ നമ്പറും അവർക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റും, സ്പെഷ്യൽ ഗ്രാൻഡ് ഡോക്ടർ കെ.എൻ. പിഷാരടി കഥകളി ക്ലബ്ബിന് അത് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരുടെ എല്ലാം സഹകരണത്തോടുകൂടി കഥകളി നടത്താമോ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഡൽഹിയിൽ അവരുടെ ആ പേജ് എടുത്തു കഴിഞ്ഞാൽ, മിനിസ്ട്രിയുടെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പണിയുണ്ട്. പണിയെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലെ പണി അത്രയേ ഉള്ളൂ. കുറേ പേപ്പർ വർക്കും ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രത്യേക ഒരു മാതിരി പ്രോജക്റ്റ്, ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എ സെമിനാർ, വലിയ പിന്നെ 3-4 ദിവസത്തെ സെമിനാറും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പൈസ കിട്ടും, യാതൊരു സംശയമില്ല. രാമമംഗലത്ത് ഈ കൊല്ലവും കൂടി പാസ്സായിട്ടുണ്ട്. രാമമംഗലത്ത് വന്നിട്ടുണ്ടല്ലോ. എന്താണ് അവിടെ ഒരു ഡീപ്പ് ഇൻറ്റീരിയർ വില്ലേജ്. മാരാന്മാരുടെ പ്രസിഡൻ്റായിട്ട് 17 കൊല്ലം കഴിഞ്ഞു ഞാൻ. മാരാർ യോഗക്ഷേമ സഭ എന്നെ ആദരിച്ചു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അവരുടെ നേതാവായിരുന്ന ഷഡ്കാല ഗോവിന്ദ മാരാരുടെ പേരിലുള്ള ആ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ തന്നെയാണോ വളർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളുകളും അതിന് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് പുറത്തുനിന്ന് എവിടെ നിന്നെല്ലാം ഗ്രാൻഡോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പോ കിട്ടാമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. ധാരാളമായിട്ട് പിന്നെ പരിപാടികളും ഇപ്പോൾ തന്നെ ധാരാളമാണ്. അതിലും കൂടുതൽ നടത്തി തീർച്ചയായിട്ടും ഇരിഞ്ഞാലക്കുട കഥകളി ക്ലബിൻ്റെ പേര് ഓൾറെഡി ഇറ്റ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്. കഥകളി പിന്നെ എന്താ പറയുക, കാണുന്നവർക്കൊക്കെ കഥകളി ക്ലബ്, ഇരിഞ്ഞാലക്കുട കഥകളി ക്ലബ് എന്ന് അറിയാം തീർച്ചയായിട്ടും. ഒന്നാമത് കഥകളി ഭ്രാന്തന്മാരിവിടെയല്ലേ. അങ്ങനെയല്ലേ എഴുതി വെച്ചേക്കണേ അല്ലേ? ടീച്ചർ എന്തോ പറഞ്ഞു. കഥകളി ഭ്രാന്തൻ എന്ന് പറഞ്ഞ ഒരു കഥകളി മാഡ്, അത് ഏറ്റവും കൂടുതൽ ഇരിഞ്ഞാലക്കുടയാണ്. എന്നിട്ടൊരു കഥയുണ്ട്. 2 നമ്പൂതിരിമാരായിരിക്കണല്ലോ. ഈ പണ്ട് അലക്കുകൾ എണ്ണി എന്ന് പറഞ്ഞ കേസുകളിൽ അതല്ല. ഇവർ 2 പേരും പിന്നെ ദുശാസന കീചകവധത്തിൽ ആരാ ഗോ വിളിക്കുന്ന ആരാ? കീചകന? എനിക്ക് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. എത്ര ഗോ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ 16 ഹൈ എന്നുണ്ട്. അപ്പോൾ ഇയാൾ 15 അടിയായി. ഈ 2 വീടുകളും തമ്മിൽ അടിയായി, വലിയ പ്രശ്നമായി, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമായി. അങ്ങനത്തെ നാടായത്. അപ്പം ഉണ്ണാവാര്യരുടെ കാര്യം പോട്ടെ, നടന്നിരുന്നു. ഒക്കെ കഥകളിയോട് അത്ര ആത്മാർത്ഥതയുള്ള ഒരു വർഗമായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വിജയസൻ ആയാലും അതുപോലെ കാഞ്ഞൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടായാലും പല പ്രാവശ്യം എന്നോട് മാഷെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം
അപ്പോൾ മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് VSN പണ്ട് മാതൃഭൂമിയിൽ കച്ചേരി റിവ്യൂ എഴുതിയിരുന്നു. അത് മാഷ് വായിച്ചിട്ട് പിന്നെ അത് നിർത്തി. ആ VSN അതുപോലെ തന്നെ കാഞ്ഞൂർ കൃഷ്ണൻ തമ്പുരിപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഈ സൗന്ദര്യശാസ്ത്രത്തിന് പണ്ട് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി ആക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞേ, മാഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞോ എഴുതാം. അങ്ങനെ പറഞ്ഞു. അതായത് കലാമണ്ഡലത്തിന് യൂണിവേഴ്സിറ്റി ആവാനുള്ള ഒരു കോപ്പും കയ്യിലില്ല എന്നുള്ളത് മലയാളത്തിൽ തന്നെയാണ്. അങ്ങനെ തന്നെ ക്യാപ്ഷൻ കൊടുത്ത് മലയാള ഭാഷയിൽ വന്നു പോന്നു. അപ്പോൾ പൗലോസ് പിന്നെ വൈസ് ചാൻസലറായിരിക്കുമ്പോൾ ആശാനെ ഇതാരാ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹം വലിയ ഒരു ക്രിട്ടിക്കാണ്, ഞാൻ നിർത്താൻ പോവാം, പേടിക്കണ്ട. അദ്ദേഹം ഒരു മഹാപണ്ഡിതനാണ്. പണ്ട് മോഹിനിയാട്ടമൊക്കെ നേരെയാക്കാനായിട്ട് കലാമണ്ഡലത്തിൽ വന്നിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എല്ലാ ഞാൻ മുമ്പേ വിഷ്ണുധർമ്മത്തിൻ്റെ കാര്യം അതാ പറഞ്ഞത്. ശില്പകല, ചിത്രകല, പിന്നെ നൃത്തം, ഉപകരണ സംഗീതം, വായ്പാട്ട്, ഈ 5ൻ്റെ ബന്ധം വിഷ്ണുധർമ്മോത്തരം പറഞ്ഞുള്ളത് ശരിയാ. പിന്നെ കേൾക്കുന്നത് പിന്നെ ഇളയ മാഷ് പറഞ്ഞിട്ടും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നത്. കാഞ്ഞൂരിനെ ഇളയ മാഷെന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്താ പറയുക, ഒരു ബഹുമാനിക്കുന്ന വ്യക്തി. അതേപോലെ തന്നെ VSN അറിയാലോ നിങ്ങൾക്ക്, ഒരു പ്രത്യേക സ്വഭാവക്കാരനും. പിന്നെ അദ്ദേഹത്തിന് സംഗീതം മാത്രമേ ഉള്ളൂ. മാഷക്കാണെങ്കിൽ സംഗീത കച്ചേരി വളരെ താല്പര്യവും പണ്ടത്തെ ആശാന്മാർ ഭയങ്കര പ്രിയമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇവിടെ വെച്ചും അവിടെ വീട്ടിൽ വെച്ചും ഒക്കെ നല്ലോണം സംസാരിക്കുന്നത് കേൾക്കാൻ വളരെ രസമാണ്. VSN ഒരു കുഴപ്പമുള്ളൂ, ലോകത്തിലാകെ ഒരു സംഗീതമേ ഉള്ളൂ, അത് കർണാടക സംഗീതമാണ്. അത് പാടുന്നത് ചെമ്മാങ്കുടി ആയിരിക്കണം, അത്രേ ഉള്ളൂ. വേറെ പ്രിഫറൻസ് ഒന്നുമില്ല. അങ്ങനെയാണ്. പക്ഷെ അതൊന്നും മാഷ് സമ്മതിക്കാറില്ല. എന്തായാലും കുറച്ച് നേരം നിങ്ങളുടെ കൂടെ ചിലവഴിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഞാൻ ഇതുവരെ ഒരു ഡ്രൈവറെ ഏർപ്പെടുത്തി പോയിട്ടില്ല. ഇന്നൊരുത്തോട് പറഞ്ഞിരുന്നു നീ വരണമെന്ന് പറഞ്ഞു. അവനൊരു 2:30 ആയപ്പോൾ പറഞ്ഞു മാഷ് വരാൻ പറ്റില്ല. ഞങ്ങൾ പോകുന്നു, അത്രേ ഉള്ളൂ. കാരണം ഈ സംഗതി ഒരു റെയർ ചാൻസാണ്. ഇളയത് മാഷെക്കുറിച്ച് 2 വാക്ക് പറയാൻ കിട്ടുന്ന അവസരം ഒരിക്കലും എന്താ പറയുക നഷ്ടപ്പെടുത്താൻ പാടില്ലാന്ന് നിർബന്ധമുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും. ഒരിക്കൽ കൂടെ പഴയ ആൾക്കാരുടെ ഞാൻ CP ഒക്കെ കണ്ടിട്ട് കുറേ നാളായി. ഒന്നാമത് ഇങ്ങോട്ട് വരവ് തന്നെ കുറവാണ്. അതെ, വരാൻ സാധിച്ചതിൽ എല്ലാവരും കാണാൻ സാധിച്ചതിൽ കുറച്ച് തമാശ രൂപത്തിൽ സംസാരിക്കാൻ പറ്റിയതിൽ വളരെ വളരെ സന്തുഷ്ടനാണ് ഞാൻ. തീർച്ചയായിട്ടും ഈ 16 ദിവസത്തെ പരിപാടികൾ മഹാകയമാവുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അനിയനും രമേശും മാത്രം മതി, അത് നന്നായിക്കോളും, സംശയമില്ല. സാമ്പത്തികവും ഒക്കെ അവർ കണ്ടുപിടിച്ചോളും, എല്ലാ സംഗതികളും കണ്ടുപിടിച്ചോളും. ഏതായാലും രമേശിൻ്റെ അമ്മയാണ് ഇന്ന് അടുത്തത് അടിക്കാൻ പോകുന്നത്. അമ്മയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഗുരുപൂജാ പുരസ്കാരം എന്നോട് പറയും പക്ഷേ എനിക്കൊന്നുമില്ലേ എന്ന് തന്നോളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുരുപൂജ കൊടുത്തു. പിന്നെ ഹിന്ദുവിൽ ആ കത്തി കൊണ്ട് ഇത് അടിച്ചിട്ട് വരുന്ന ആ ഫോട്ടോ കൊടുത്ത് എഴുതിണ്ടായി. എന്നെ കണ്ടില്ല എന്നുകൊണ്ട് കേട്ടില്ല. പോട്ടെ, അത് നന്നായി. നല്ലൊരു ഒരു സാധനമാണ്. നമുക്ക് മെലഡി അല്ല ഇതിൽ കിട്ടുക, ഇറ്റ് ഈസ് സംതിങ് എൽസ്. ഓമന ടീച്ചറുടെ നേതൃത്വത്തിൽ വീണ്ടും അരങ്ങേറാൻ പോകുന്നു കൈകൊട്ടിക്കളി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനം. ഇരിങ്ങാലക്കുടയിൽ ക്രൈസ്റ്റ് കോളേജിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം നയിക്കുമ്പോഴും കലാസ്വാദകനായും കലാനിരൂപകനായും ഇരിങ്ങാലക്കുടയുടെ സംസ്കൃതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ കൂത്തും കൂടിയാട്ടവും കഥകളിയുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആസ്വാദനശീലങ്ങളിൽ അലിഞ്ഞു ചേരുകയും
അദ്ദേഹം വലിയൊരു ആർട്ട് ക്രിട്ടിക്കും റിപ്പോർട്ടറും ഒക്കെയായി മാറി ഈ ജോർജസ് പോൾ നമ്മളെ കഥകളി ക്ലബിന് മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഒരു അനുസ്മരണ ഭാഷണത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഏറ്റവും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അടുത്തതായി ക്ലബിൻ്റെ മുൻ ഭാരവാഹികളെ ആദരിക്കലാണ്. അനിയേട്ടനെ സാദരം ക്ഷണിക്കുന്നു. ഒപ്പം ജോയിൻറ്റ് സെക്രട്ടറി പ്രദീപ് നമ്പീശനും മൊമെൻറ്റോയുമായി അവരെ ആദരിക്കുകയാണ്. സുവർണമുദ്രണം ആണ്. സുവർണത്തിൻ്റെ ലോഗോവും വെച്ച് കഥകളി ക്ലബിൻ്റെ ലോഗോവും വെച്ച് കഴിഞ്ഞ 1 വർഷമായി കഥകളി ക്ലബിൻ്റെ അരങ്ങുകൾ പങ്കിടുന്ന ഓരോ കലാകാരനും ഓരോ കലാസ്വാദകനെയും ഇല്ലെങ്കിൽ പ്രഭാഷകനെയും ആദരിക്കുന്നൊരു മുദ്രണമാണ്. പ്രത്യേകിച്ച് ഈ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചെടുത്ത ഒരു മുദ്രണമാണ്. കഥകളി ക്ലബിൻ്റെ മുൻ ഭാരവാഹികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ഈ മുദ്രണം നൽകുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നഗരസഭാ അധ്യക്ഷയെ ആദ്യം ആദരിക്കുന്നു. ഇരിക്കുന്നതനുസരിച്ച് ഓർഡറനുസരിച്ച് പ്രസിഡന്റ് തന്നെ അവരെ ആദരിക്കുക. ദീർഘകാലം ക്ലബിൻ്റെ ട്രഷററായി സേവനമനുഷ്ഠിച്ചാണ് മൂസ്. അരവിന്ദാക്ഷം മാഷയെ വിളിക്കണു. നമ്മുടെ രക്ഷാധികാരിയും ക്ലബിൻ്റെ മുൻ സാരഥി ഇല്ലെങ്കിൽ കമ്മിറ്റി അംഗവുമായിരുന്നു.